നിങ്ങളിൽ പലരും ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആളോട് തന്നെ പറയും ആ ഫോണിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ. അപ്പോൾ ആ കടക്കാരന് ആ ഫോണിൽ ഒരു പുതിയ ജിമെയിൽ ഐ ഡി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ആ ഫോണിനെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ആ പുതിയ ഫോണിൽ ആ കടക്കാരൻ ക്രിയേറ്റ് ചെയ്ത് തന്ന ആ ജിമെയിൽ ഐ ഡി തന്നെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, ഈ ജിമെയിൽ ഐ ഡി വേണ്ടായിരുന്നു, ഈ ജിമെയിൽ ഐ ഡി നമുക്ക് ഇഷ്ടപ്പെട്ട പേരിനനുസരിച്ചുള്ള ഒരു പേരായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ എങ്ങനെ ഒരു പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ഫോണുണ്ട്, അതിൽ ഓൾറെഡി 1 or 2 അതിൽ കൂടുതലോ ജിമെയിൽ ഐ ഡി ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു പുതിയ ജിമെയിൽ ഐ ഡി ഈ പഴയ ഫോണിൽ ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാം? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ജിമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആളുകൾ ഇതിനെ ജിമെയിൽ ഐ ഡി എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ചിലരിതിനെ ഇമെയിൽ ഐ ഡി എന്ന് പറയും, ചിലരിതിനെ ഗൂഗിൾ ഐ ഡി എന്ന് പറയും, അതുപോലെ മറ്റു ചിലരിതിനെ പ്ലേ സ്റ്റോറിൻ്റെ ഐ ഡി എന്നും പറയും. എങ്ങനെ പറഞ്ഞാലും ശരി, സംഭവം ഒന്ന് തന്നെയാണ്, ഒരു ജിമെയിൽ ഐ ഡി തന്നെയാണ്. ഇനി നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലൊരു ജിമെയിൽ ഐ ഡി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജിമെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇതൊരു പുതിയ ഫോണാണ്, ഇതുവരെ ഇതിൽ ഒരു ജിമെയിലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒരു പുതിയ ജിമെയിൽ ഐ ഡി കൊടുക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ നോക്കിയേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയേ, ആഡ് ആൻ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു പഴയ ഫോണുണ്ട്, അതിൽ നിങ്ങൾ ഓൾറെഡി 1ൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മറ്റൊരു പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ സെയിം പ്രോസസ്സിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഈ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഏത് ജിമെയിൽ ഐ ഡി ആണോ നിങ്ങളുടെ ലോഗിനായി കിടക്കുന്നത് അതിവിടെ ഓപ്പണായി കാണിക്കുന്നുണ്ട്, അതിൽ വന്നിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ എത്രമാത്രം ജിമെയിൽ ഐ ഡി നമ്മുടെ ഈ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ എല്ലാ ജിമെയിൽ ഐ ഡികളും ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ നോക്കുക, ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നോക്കിയാൽ ഈ സെയിം സ്ക്രീന് കുറച്ച് മുമ്പ് നമ്മളൊരു പുതിയ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഏത് സ്ക്രീനാണോ വന്ന് കാണിച്ചത് ആ സെയിം സ്ക്രീൻ തന്നെ ഇവിടെയും ഓപ്പണായി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് മുന്നോട്ട് പുതിയ ഫോണിലാണെങ്കിലും പഴയ ഫോണിലാണെങ്കിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മുടെ ഈ ജിമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഗൂഗിൾ ഐ ഡി തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിനെ വെരിഫൈ ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ കൊടുക്കുക. ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സ്ക്രീനിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ മുകളിൽ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് എക്സിസ്റ്റിംഗ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ താഴെ നോക്ക്, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഈ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോക്ക്, ഫോർ മൈ പേഴ്സണൽ യൂസ് അതല്ലെങ്കിൽ ഫോർ വർക്ക് ഓർ മൈ ബിസിനസ്. നമ്മൾ ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ശരി, അത് പേഴ്സണൽ യൂസ് ആണ്. അപ്പം നമ്മളിവിടെ ഫോർ മൈ പേഴ്സണൽ യൂസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മുടെ പേര് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നിങ്ങളുടെ പേരെന്താണോ അത് നിങ്ങൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഏത് പേരിലാണോ നിങ്ങൾക്ക് ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് നിങ്ങളിവിടെ കൊടുക്കുക. അപ്പം ഞാനിവിടെ ഫസ്റ്റ് നെയിമിൻ്റെ സ്ഥലത്ത് ഞാൻ സഞ്ജൂസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നെയിമിൻ്റെ സ്ഥലത്ത് ഞാനിവിടെ പി നായർ എന്ന് കൊടുക്കുന്നു. കൊടുത്തിട്ട് ഞാനിവിടെ താഴെ നോക്കാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. മിക്ക ആളുകളും അവരുടെ മക്കളുടെ പേരിൽ ഈ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവർ അബദ്ധത്തിൽ ഈ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഇവിടെ കൊടുത്തു വയ്ക്കും. അത് മിക്കവാറും ഈ കൊച്ചു കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. പക്ഷേ ഈ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ പിന്നീട് ഇവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറയും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് കൊടുത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഐ ഡി പ്രൂഫ് കൊടുത്ത് നിങ്ങളോട് നിങ്ങളുടെ ഈ ജിമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ പറയും. മിക്ക ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പോയെന്ന് വരാം. പക്ഷേ ഈ ഗൂഗിൾ ഒരു ഡേറ്റ് കൊടുത്തിട്ടുള്ളതായിരിക്കും, ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്ന് പറയും. ഇത് പലർക്കും മനസ്സിലാകാതെ വരും, അല്ലെങ്കിൽ അവർ മറന്നുപോയെന്ന് വരാം. പക്ഷേ ആ ഡേറ്റ് കഴിയുമ്പോൾ ഗൂഗിൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്ത് ദൂരെ കളയും. അതുകൊണ്ട് പറ്റുമെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആരുടെയും കറക്റ്റായ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നിങ്ങളിവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ജെൻഡറാണ്. ജെൻഡർ നിങ്ങൾ കറക്റ്റായിട്ട് മെയിലാണോ ഫീമെയിൽ ആണോ അത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ ഏറ്റവും താഴെ നോക്കുക, നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്ക്, നമ്മൾ കൊടുത്ത പേരിനനുസരിച്ചുള്ള 2 ജിമെയിൽ ഐ ഡി അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കാം. അതല്ല ഈ പേര് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്,
അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പേര്, നമ്മുടെ ജിമെയിൽ ഐ ഡിക്ക് വേണ്ടുന്ന ഒരു പേര് നമുക്ക് തന്നെ ഇവിടെ കൊടുത്ത് നോക്കാവുന്നതാണ്. അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും, അത് അവൈലബിൾ അല്ലെങ്കിൽ അവർ നമുക്ക് പറയും ഇത് അവൈലബിൾ അല്ല, നമ്മൾ മാറ്റി കൊടുക്കാൻ പറയും, പേര് മാറ്റി കൊടുക്കാൻ പറയും. അപ്പം ഞാനിവിടെ സഞ്ജൂസ് പി നായർ 2026 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. @gmail.com അവർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് കിട്ടുമോ ഇല്ലെന്ന്. ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ ആ ജിമെയിൽ ഐ ഡി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അവരിവിടെ പറയുന്നത് ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ് എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ അത് മിക്സ് ചെയ്ത്, അതുപോലെ ഇതിൽ 1 or 2 നമ്പർ കൊടുത്ത്, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് $, ഇതുപോലുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സോടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് സ്ട്രോങ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവസി ടേംസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ നോക്കുക ഐ എഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഐ എഗ്രിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഈ പുതിയ ജിമെയിൽ ഐ ഡി ഈ ഫോണിൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓപ്പണായി കാണിക്കുന്നത് ഈ ഫോണിൽ നേരത്തെ ലോഗിനായി കിടന്നിരുന്ന എൻ്റെ പഴയ ജിമെയിൽ ഐ ഡി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഓപ്പണായി കാണിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ജിമെയിൽ ഐ ഡിയിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പുതിയ ജിമെയിൽ ഐ ഡിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ അക്കൗണ്ടിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നോക്കിയാൽ സഞ്ജൂസ് പി നായർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പുതിയ ജിമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുക ആ പുതിയ ജിമെയിൽ ഐ ഡി ഇപ്പോൾ ഇവിടെ ലോഗിനായി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ജിമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുകയാണെങ്കിലോ അതല്ല നിങ്ങളുടെ ഓൾറെഡി ഒരു പഴയ ഫോണുണ്ട്, അതിൽ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മറ്റൊരു ജിമെയിൽ ഐ ഡി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ജിമെയിലിൽ എങ്ങനെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ 1 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.